ഒരാൾ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾ വഴക്കടിച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലാണ്. ഇപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നീ ഉദ്ദേശിച്ച ഹിസ്റ്ററിക്കൽ എന്നാണോ? അല്ലടാ, ഹിസ്റ്റോറിക്കൽ. കാരണം അവൾ വഴക്കടിച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ചെയ്തു പോയി എൻ്റെ എല്ലാ തെറ്റും കുറ്റങ്ങളെല്ലാം പെറുക്കി കൊണ്ടുവന്നിട്ട് അലക്കും. അവൾ ഹിസ്റ്റോറിക്കലാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ഹിസ്റ്റോറിക്കലായി എങ്ങനെ ഉണ്ടാവും? നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ദൈവം ഓർത്തു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളൊരു ദിവസം ഒരു 3 പാപം ചെയ്യുന്നു കരുതുക, വാക്കുകൊണ്ട് പ്രവൃത്തിയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതെ പോയ നന്മകളെക്കുറിച്ച് ഓർക്കുക, അതും തെറ്റുകളാണല്ലോ. അങ്ങനെ ഒരു ദിവസം 3 പാപം ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം അത് 1000 പാപമാണ്. അതൊരു ലൈഫ് ടൈം എത്തുമ്പോൾ ഇറ്റ് 70,000 ടൈംസ്. ഇറ്റ്സ് ഹ്യൂജ്. അതൊരു വലിയ ഒരു മല പോലെ ഇങ്ങനെ നമ്മുടെ അടുത്ത് നിൽക്കുക. നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപം വലിയൊരു മല പോലെ നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്. സങ്കീർത്തനം 40 പറയുന്നു, എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, എൻ്റെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു, അവ എൻ്റെ തലമുടി ഇഴകളേക്കാൾ അധികമാണ്. നമ്മുടെ തലമുടി ഇഴകളേക്കാൾ അധികമാണ് നമ്മുടെ പാപം. നമ്മുടെ കാഴ്ച മറക്കും വിധം അങ്ങനെ വലിയ പാപത്തിൻ്റെ കുന്ന് നമ്മളിങ്ങനെ മൂടിയിരിക്കുക. ഇത് ഗോസ്പലിൽ നോക്കി 2 കടങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് 100 ദനാറ, മറ്റൊന്ന് 10,000 താലന്ത്. 100 ദനാറ വീട്ടാൻ എളുപ്പമാണ്, കാരണം 100 ദിവസം കൂലിപ്പണി എടുത്താൽ നമുക്ക് വീട്ടാവുന്നേ ഉള്ളൂ 100 ദനാറ. പക്ഷെ 10,000 താലന്തോ? ആ കാലഘട്ടത്തിൽ ഒരു പ്രൊവിൻസിൻ്റെ മൊത്തം ബഡ്ജറ്റാണ് 600 താലന്ത് എന്ന് പറയും. ഇത് 1000 താലന്താണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് കൊണ്ട് പോലും വീട്ടാൻ പറ്റാത്ത അത്ര വലിയ കടമാണ്. അതാണ് ദൈവം നമ്മോട് പൊറുത്തത്. എന്നിട്ട് നമ്മളോ, നമ്മുടെ പാപത്തിൻ്റെ വലിയ കുന്നിൻ്റെ കീഴിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ഉപ്പ് വെച്ച പോലെയുള്ള മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിൻ്റെ പിറകെ നമ്മൾ പോവാണ്. ദ ഗോസ്പലിൽ ഈശോ പറയുന്നു, നിൻ്റെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാനും നിന്നോട് ക്ഷമിക്കില്ല.